ഷോ, മറ്റേ കാര്യം കയറിയാൽ മതിയായിരുന്നു. അതിലാണെങ്കിൽ മാമനുണ്ടായിരുന്നു, ഇതിലാണെങ്കിൽ പാട്ടുമില്ല, ആരോട്ടും മിണ്ടുന്നുമില്ല താനും. ഇതിപ്പോ അങ്ങ് എത്തും മോളെ. ദേ ഈ മുത്തശ്ശിക്ക് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ അസ്വസ്ഥത തോന്നും. അതുകൊണ്ടാ പാട്ടിടാത്തത്. ഒരു 5 മിനിറ്റ് നമ്മൾ ഇതാ എത്തി. ശരി. ഞങ്ങൾ ഇച്ചിരി താമസിച്ചു പോയടാ. എന്തു പറയാനാ, ട്രാഫിക്കിൽ പെട്ടുപോയെന്നേ. ഏയ് അതൊന്നും കുഴപ്പമില്ല. എനിക്കറിയാലോ ഇവിടുത്തെ തിരക്കൊക്കെ. നിങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു എന്തായാലും താമസിച്ചെത്തുള്ളൂന്ന്. അല്ല, മക്കളുടെയൊക്കെ പേരെന്താ? എത്രാം ക്ലാസ്സിലാണ് എല്ലാവരും പഠിക്കുന്നേ? മാമ, എന്റെ പേര് കിങ്ങിനീന. ഞാനും തുമ്പി 3-ാം ക്ലാസ്സിലാ പഠിക്കുന്നേ. ഇതെന്റെ ചേച്ചിയാ കാർത്തു. ഞാൻ 6-ാം ക്ലാസ്സിലാ മാമ പഠിക്കുന്നേ. ആണോ? എല്ലാവരും നല്ല മിടുക്കിയ കുട്ടികളാണല്ലോ. ആ പിന്നെ മണിക്കുട്ടനെയും തുമ്പിയും മാമൻ അറിയായിരുന്നു. മക്കളുടെ കാര്യം മാമനെ അറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. നീ എന്തിനാടാ അവിടെ നിൽക്കുന്നത്? ഇങ്ങ് വന്നിരിക്ക്. ഗഗനേട്ടാ, ബിന്ദു പിള്ളേരും ഒക്കെ ഇവിടെ കണ്ടില്ലല്ലോ ഇതുവരെ. ബിന്ദു, അവിടെ നിങ്ങൾ വരുന്നെന്ന് അറിഞ്ഞപ്പോ മുതലേ അടുക്കളയിലാ. നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പിള്ളേർക്ക് ട്യൂഷൻ ഉണ്ടെന്നേ. അവർ നിങ്ങൾ വരുന്നതും കഴിഞ്ഞ് പോവാതിരുന്നതാ. പക്ഷേ നാളെ എന്തോ എക്സാമും മറ്റും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പേ അവരിങ്ങ് എത്തിക്കോളൂ. ഓ, അങ്ങനെയാണോ? എന്താ മാമ, മാമ വല്ലാതെ ഉയർക്കുന്നുണ്ടല്ലോ. ടെൻഷൻ ഉണ്ടോ മാമന്? മാമൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഞാനല്ലേ മാമന്റെ കൂടെ ഇരിക്കുന്നേ. ഞാനൊക്കെ മാനേജ് ചെയ്തോളാന്നേ. ഏയ് ടെൻഷനൊന്നുമില്ല മോളെ. പിന്നെ മാമൻ ആദ്യമായിട്ടല്ലേ പെണ്ണ് കാണാൻ വരുന്നത്. അതിന്റെ ഒരു ചെറിയ പേടി, അത്രേ ഉള്ളൂ. അത് സാരമില്ല മാമ, ഇനിയിപ്പോ ഇതൊക്കെ ശീലമായിക്കോളും. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാരും പഠിക്കുന്നേ. എടി കാന്താരി, നീ ആള് കൊള്ളാലോ. എന്തുവാ മാമനും മോളും കൂടെ ഒരു കുശുകുശുപ്പ്? ഞങ്ങളോടും കൂടെ പറയുന്നേ. ഓ, ഒന്നുമില്ല ചേച്ചി, ഞങ്ങൾ ചുമ്മാ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നേ. അല്ലെങ്കിൽ ഇങ്ങനെ മോളെ. അതെ അതെ. ആഹാ, ബിന്ദു വന്നല്ലോ. ഞാൻ നിങ്ങൾ വന്ന് സൗണ്ട് കേട്ടായിരുന്നു. പക്ഷേ ഞാൻ അടുക്കളയിൽ അരി അടച്ചോണ്ട് നിൽക്കായിരുന്നേ. അപ്പൊ അതിട്ടിട്ട് വേഗം വരാൻ പറ്റില്ലല്ലോ. അതാ കേട്ടോ ഇങ്ങോട്ട് വരാഞ്ഞത്. സോറി കേട്ടോ. ഓ, അതൊന്നും സാരില്ലെന്നേ. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതല്ലേ ഉള്ളൂ. എന്നിട്ട് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞോ? ഇല്ലെങ്കിൽ വാ, ഞങ്ങളും കൂടെ സഹായിക്കാം. അയ്യോ, അതൊന്നും വേണ്ട. അതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. കഴിഞ്ഞു. ഇനി കുറച്ച് പരിപാടിയും കൂടെ ഉള്ളൂ. അതിപ്പോ കഴിയാൻ 5 മിനിറ്റ് അത്ര മതി. ഇങ്ങനെ എനിക്ക് വണ്ണിന് പോണോടി. ഇതിപ്പോ എങ്ങനെ ഇവിടെ പറയാ? എല്ലാരും ഇരിപ്പില്ലേ, എന്ത് ചെയ്യാ? ആഹാ, അത്രയല്ലോ. ഇതിപ്പോ ശരിയാക്കി തരാലോ. അമ്മേ, നീ ചേച്ചിക്ക് മുള്ളാൻ മുട്ടുന്നു. വേഗം എന്തെങ്കിലും ചെയ്യമ്മേ, ഇല്ലെങ്കിലേ ഇത് നാട്ടിൽ കേസാവേ. എടിക്കിണികിണി, നാട്ടിച്ചല്ലോ ഇവള്. നീ വീട്ടിലോട്ട് വാടി വാടി, ഇന്നിക്കുള്ള പണി ഞാൻ തരാടി. പിള്ളേരുടെ ഒരു കാര്യമേ. മോളെ കാർത്തുമ്പോളെ, നീ എന്താ നേരത്തെ പറയാഞ്ഞത്? ബാ, വാഷ്റൂമിൽ പോവാം. ബാ, എനിക്ക് ബാ മക്കളെ, ഞാൻ കാണിച്ചു തരാം വാഷ്റൂം. ഞാനും വരുന്നുണ്ട്, എനിക്കും പോണം. ഓ, ഈ കാത്തു ചേച്ചി എന്തിട്ട് ഇറങ്ങാത്തെ? എത്ര സമയമായി ഇതിൻ്റെ അകത്ത് കയറിയിട്ട്. ഒന്ന് ഇറങ്ങാൻ പറയമ്മേ. ഒന്ന് അടങ്ങി നിൽക്കേണ്ട പെണ്ണേ. അവളിപ്പോ കേറിയതല്ലേ ഉള്ളൂ, ഇറങ്ങിക്കോളും. നല്ല ഭംഗിയുള്ള വീടല്ലേടി. എനിക്ക് ഒരുപാട് ഇഷ്ടമായി വീടങ്ങ്. അത് തന്നെയാടി ഞാനും ഇപ്പം മനസ്സിൽ വിചാരിച്ചോണ്ടിരുന്നത്. അത് തന്നെയല്ല, ആ ബിന്ദുവിനെ കണ്ടില്ലേ? എന്ത് രസമാ അവളെ കാണാൻ. ഡ്രസ്സ് നോക്കിക്കേ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇടുന്ന പോലെ ഉണ്ടല്ലേ. എന്തായാലും എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അത് പിന്നെ അവര് പുറത്തല്ലേ ഇരുന്നോ? കുറച്ച് നാളെ ആയുള്ളൂ കേരളത്തിലേക്ക് വന്നിട്ടെന്നാ വിജയേട്ടൻ പറഞ്ഞത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ വസ്ത്രങ്ങൾ ഇടുന്നത്. എന്തായാലും നല്ല ഭംഗിയുണ്ട് അവളെ കാണാനായിട്ട്. എന്റെ പൊന്നു ചേച്ചി, ചേച്ചി എന്താ അതിനകത്ത് തപസ്സിരിക്കുവായിരുന്നോ? എടിക്കിങ്ങിനി, നീ കൂടുതലൊന്നും പറയണ്ട. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് വീട്ടിലോട്ട് എത്തട്ടെ. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പൊ എല്ലാത്തിനും പോകാൻ പറ്റിയത്. അതുകൊണ്ട് ആവശ്യമുള്ളവർ ആരാന്ന് വെച്ചാൽ വാഷ്റൂമിൽ കയറിക്കോ. ഓ ശരി. ഡേ പിള്ളേരെ, എല്ലാവരും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു കാര്യം പറയാനുണ്ട്. എന്തുവാ മാമി? അത് മക്കളെ, നമ്മളിപ്പോൾ മാമിന് പെണ്ണ് കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നേക്കുന്നേ. അപ്പോൾ പെണ്ണ് വരുമ്പോഴേ കഴിക്കാൻ വേണ്ടിയിട്ട് നിറയെ സാധനങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെക്കും. അപ്പം മക്കൾ ആരും അത് വീട്ടിലെ പോലെ എടുത്ത് കഴിക്കരുത്. ആരെങ്കിലും നിർബന്ധിച്ചാൽ കൂടിപ്പോയോ 1-2 അധികം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതല്ലാണ്ട് ആർത്തി കാണിച്ചിട്ട് എല്ലാം കൂടെ വാരി എടുക്കല്ലേ, അത് മോശമാകും കേട്ടോ. ആ, നീ പറഞ്ഞു നന്നായി. ഇത് ഞാനും പറഞ്ഞു കൊടുക്കണമെന്ന് കരുതി ഇരുന്നതാ. അതെന്ത് പറ്റില്ല, എനിക്ക് വിശക്കുന്നുണ്ട്, ഞാനെടുത്ത് കഴിക്കും. കാർത്തുവേ, ഞാൻ പറഞ്ഞു ആവശ്യത്തിന് മാത്രമേ കഴിക്കാവുള്ളൂ എന്ന്. ഇടി നീയല്ലേടി ഈ പിള്ളേരെയും കൂടെ നോക്കേണ്ടത്. നീയല്ലേ ഈ കൂട്ടത്തിൽ മൂത്തത്. അപ്പോൾ അവൾക്ക് അതിനൊന്നും അല്ല നേരം, അവൾക്കതെടുത്ത് കഴിക്കണമെന്ന്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ പോകുന്ന വഴിക്ക് വാങ്ങിച്ചു തരാം. ദയവ് ചെയ്ത് ആ രാത്രി കാണിച്ച് നാട്ടിക്കരുത്. ആ, പോകുന്ന വഴിക്ക് വാങ്ങിച്ചു തരുമെങ്കിൽ ഓക്കെ. ശേ, നമ്മളെ കുമ്പിള് കുത്താൻ പേപ്പർ എടുത്തോണ്ട് വന്നത് വെറുതെ ആയിപ്പോയല്ലോ ചിന്നു. ആ അതേന്നേ, ഞാൻ നല്ല കട്ടിയുള്ള പേപ്പറായിരുന്നു എടുത്ത് വെച്ചത്. അലുവയൊക്കെ ഉണ്ടെങ്കിൽ എണ്ണ പറ്റാതിരിക്കാൻ. ഇപ്പം എല്ലാം വെറുതെ ആയി. എന്ത് ചെയ്യാനാ? ബാബാ, എല്ലാവരും വന്നേ. നമ്മളെ അവിടെ തിരക്കുന്നുണ്ടായിരിക്കും, നമുക്ക് അങ്ങോട്ട് ചെല്ലാം.
ആഹാ മക്കള് പോയിട്ട് വന്നോ? എന്നാ പിന്നെ വൈകിക്കണ്ട. മോളെ വിളിച്ചാലോ? ബിന്ദു മോളെ ഇങ്ങ് വിളിച്ചേ. ആ അവള് റെഡിയാ, ഞാൻ ദേ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ദാ ഇതാ നിങ്ങളുടെ പ്രിയമോള്. മോളെ അത് ടേബിളിലോട്ട് വെക്ക്. എടാ മനു, നീ കുനിഞ്ഞിരിക്കാതെ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കടാ. പിന്നെ വീട്ടിൽ ചെന്നിട്ട് നീ പെണ്ണിനെ കണ്ടില്ല കേട്ടില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞേക്കരുത്. ആഹാ അത് രാഗിനി പറഞ്ഞത് പോയിന്റാ. ഇപ്പൊ നോക്കിക്കോ, പിന്നെ കണ്ടില്ലെന്നൊന്നും ഇവിടെ പറഞ്ഞേക്കരുത്. നമ്മുടെ കുടുംബത്തിന്റെ മാനം നശിപ്പിക്കാൻ അങ്ങോട്ട് നോക്കൂ മാമ. എന്താടാ, എന്തു പറ്റി? അത് എനിക്ക് ഈ കുട്ടിയെ അറിയാം. ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുട്ടിയെ സ്നേഹാലയത്തിൽ വെച്ചിട്ട്. അല്ല മനു, അപ്പൊ നീ പറയുന്ന കുട്ടി ഇതായിരുന്നോ? നീ സ്നേഹാലയത്തിൽ പോകുമ്പോ സ്ഥിരമായിട്ട് കാണാറുള്ളൊരു കുട്ടി? അതേ ഏട്ടത്തി, ഈ കുട്ടിയെ തന്നെയാ ഞാൻ കാണാറുള്ളത്. ഓ അതായിരുന്നോ കാര്യം. അത് ഞങ്ങൾ നാട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിയായിരുന്നല്ലോ. അപ്പൊ ഇവൾക്ക് ഈ ചാരിറ്റി ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണേ. അതുകൊണ്ട് ഈ സ്നേഹാലയം പോലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോവാറുണ്ട്. അപ്പൊ കണ്ടതായിരിക്കും അല്ലേ മോളെ? ആഹാ, അപ്പൊ നമ്മുടെ മനുവിന് പറ്റിയ ആള് തന്നെ. അവനും ഈ ചാരിറ്റി ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളാ. ഇനിയിപ്പോ നമുക്ക് വേറെ ഒന്നും ആലോചിക്കണ്ട, ഈ കല്യാണം അങ്ങ് നടത്തുക തന്നെ. അതിപ്പോ നമ്മൾ മാത്രം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണോ? മോൾക്ക് കൂടി ഇഷ്ടപ്പെടണ്ടേ? മോള് പറ, മോളെന്താ മിണ്ടാത്തെ? മോൾക്ക് മനുവിനെ ഇഷ്ടായോ? അവൾക്ക് ആകെ ഉള്ള ഒരു ആവശ്യം കുറച്ച് ചാരിറ്റിയിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ചെക്കനെ വേണമെന്നാ. ഇതിപ്പോ ആ കാര്യത്തിൽ മനു ഡബിൾ ഓക്കെ ആണല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മനുവിന് 100-ൽ 100 മാർക്കാന്നാ. ഇനി മോള് പറ, മോൾക്ക് എന്താ അഭിപ്രായം? ഇഷ്ടായോ മനുവിനെ? ആ ചേട്ടാ, ഞാനും ഈ ചേട്ടനെ കണ്ടിട്ടുണ്ട് സ്നേഹാലയത്തിൽ വെച്ചിട്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ബാക്കി എല്ലാരും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മതി. പ്രിയാനിക്ക് മാമനെ ഇഷ്ടപ്പെട്ടേ. മാമന്റെ കല്യാണമായി. ഹലോ ജോളി, ജോളി ജോളി. ഈ പിള്ളേരുടെ ഒരു കാര്യം. അല്ല, ഇതെന്താ ആരും ഒന്നും കഴിക്കാതിരിക്കുന്നത്? മക്കളെ, ആ സ്വീറ്റ്സ് ഒക്കെ എടുത്ത് കഴിച്ചേ. ഓ വേണ്ടായിരുന്നു ആന്റി, ഞങ്ങൾക്ക് വിശപ്പില്ലായിരുന്നു. എടിക്ക് ഇങ്ങനെ എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല. എന്തുമാത്രം സ്വീറ്റ്സ് ആയിരിക്കുന്നത്, കൊതിയാവുന്നു. എനിക്കും തോന്നുന്നൊക്കെ ഉണ്ട് ചേച്ചി. പക്ഷേ ഇപ്പം നമ്മൾ എടുത്താലേ വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല ഒന്നാന്തരം ചൂരക്കഷായം കിട്ടും. വെറുതെ എന്തിനാ നമ്മൾ വേണ്ടാത്ത പണിക്ക് പോകുന്നത്? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഒരെണ്ണമെങ്കിലും എടുത്ത് കഴിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആന്റി പെണങ്ങുവേ. കഴിച്ചേ കഴിച്ചേ, വേഗം കഴിച്ചേ. കഴിക്കും മക്കളെ, എല്ലാവരും ഒരേ നേരത്ത് കഴിച്ചേ. ആന്റി ഇത്രയും നിർബന്ധിക്കുന്നതല്ലേ, ഒരെണ്ണം കഴിക്കുന്നേ. എന്നാ പിന്നെ നമുക്കങ്ങോട്ട് ഇറങ്ങിയാലോ മക്കളെ? ഇപ്പൊ തന്നെ നേരം വൈകി. ഇനി ഇരുന്നാൽ നമ്മൾ ഒരുപാട് താമസിക്കില്ലേ വീട്ടിലെത്താൻ? അതെ അതെ, ഇപ്പൊ തന്നെ നേരം വൈകി. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ തീരുമാനിക്കാം. എന്താ കക? അങ്ങനെ അങ്ങ് പോയാലെങ്ങനാ? എല്ലാരും ഇവിടെ ഇരിക്കും, നമുക്ക് ഊണൊക്കെ കഴിഞ്ഞ് പെരിയെ പോവാന്നേ. അയ്യോ അത് ശരിയാവില്ല. വീട്ടിൽ ചെന്നിട്ടേ ഒരുപാട് പണികളുണ്ട്. ഇനിയിപ്പോ നമ്മള് ബന്ധുക്കളാവാൻ പോവല്ലേ. ഊണൊക്കെ ഇനി ആയാലും കഴിക്കാലോ. എങ്കിൽ പിന്നെ ശരി, അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ശരിയടാ, ഞങ്ങൾ ഇറങ്ങാണേ. മോളെ, ഞങ്ങൾ ഇറങ്ങുവാണേ. വീട്ടിൽ ചെന്നിട്ട് അമ്മ വിളിക്കാം കേട്ടോ. ശരി അമ്മേ, ഞാനും വിളിക്കാം.